ഗതാഗതം, ലോജിസ്റ്റിക്, കമ്മ്യൂണിക്കേഷൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ മേഖലകളിൽ ഒമാനികൾക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് പുതിയ തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. 2025 ജനുവരി മുതലാണ് തീരുമാനം പ്രാബല്യത്തിൽ വരിക. ഘട്ടം ഘട്ടമായാണ് സ്വദേശിവൽക്കരണം പൂർത്തിയാക്കുക. 2026 അവസാനത്തോടെ ഈ മേഖലകളിൽ 50%, അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ശേഷിച്ച 50% സ്വദേശിവൽക്കരണം നടപ്പാക്കും. 2027 അവസാനമാകുമ്പോഴേക്കും വിവിധ തൊഴിൽ മേഖലകൾ പൂർണ്ണമായും ഒമാനികൾക്കായി നീക്കിവെക്കുകയാണ് ലക്ഷ്യം. ഇതിനുള്ള വിശദമായ പദ്ധതികൾ തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിക്കും. രാജ്യത്തെ ഗതാഗതം, കമ്മ്യൂണിക്കേഷൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി സെയ്ദ് ബിൻ ഹമൂദ് അൽ മവാലിയാണ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. പ്രധാന മേഖലകളിൽ പ്രവാസി തൊഴിലാളികൾക്ക് പകരം ഒമാനി പൌരന്മാരെ നിയമിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത നയങ്ങളും നടപടികളും വിഷൻ 2040 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൊഴിൽ മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച് ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും തീരുമാനം നടപ്പാക്കുക. വിവിധ മേഖലകളിലെ പ്രൊഫഷണൽ ജോലികൾ സ്വദേശിവൽക്കരിക്കാനാണ് ഒമാന്റെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.